എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇപ്പോൾ 3 തരം വെറൈറ്റി പുട്ടുകളാണ്. മൈദപ്പുട്ട്, ബീറ്റ്റൂട്ട് പുട്ട്, ഓറഞ്ച് പുട്ട്. ഈ 3 തരം പുട്ടുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ മൈദപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. മൈദപ്പുട്ടിന് ആവശ്യമായത് മൈദ കുറച്ച് നേരിയ ചൂടുവെള്ളത്തിൽ നമ്മൾ മൈദ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ ക്രഷ് ചെയ്യുക. ക്രഷ് മെഷീനിലിട്ട് ക്രഷ് ചെയ്യുക. ഇല്ലെങ്കിൽ നല്ലതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലോട്ട് കുറച്ച് കിസ്മിസും കുറച്ച് ടൂട്ടി ഫ്രൂട്ടും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് തേങ്ങയും മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത്തത് ഉണ്ടാക്കുന്നത് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ പുട്ടാണ്. ബീറ്റ്റൂട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കഷ്ണം കട്ട് ചെയ്തിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളം വറ്റിക്കുക. ആ വറ്റിച്ച വെള്ളം എടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുംപൊടിയിൽ എങ്ങനെയാണ് മിക്സ് ചെയ്യുക അതേമാതിരി മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ടുണ്ടാക്കുക. പിന്നെ മൂന്നാമത്തത് വരുന്ന പുട്ടാണ് നമ്മൾ ഓറഞ്ച് പുട്ട്. ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ട് 2-3 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പുട്ടുംപൊടി എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഓറഞ്ചിൻ്റെ ജ്യൂസും മിക്സ് ചെയ്തിട്ട് പുട്ടുംപൊടി കുഴക്കുന്നത് പോലെ തന്നെ കുഴക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ ചെയ്യേണ്ടത് 2-3 ഓറഞ്ചിൻ്റെ ഇതളെടുത്തിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അതും മിക്സ് ചെയ്യുക. അപ്പോഴേ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ ഫ്ലേവർ എന്തായിട്ടുണ്ടായിരിക്കും. പിന്നെ തിന്നുമ്പോൾ ഓറഞ്ച് പീസും കടിക്കാൻ കിട്ടും. അങ്ങനെ 3 തരം പുട്ടുകൾ നമ്മളൊന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ 3 കുറ്റിയിൽ നിറച്ചു. നമ്മൾ സ്റ്റീം വരാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. സ്റ്റീമും വന്നു. നമ്മൾ പുട്ട് സർവീസ് പ്ലേറ്റിലോട്ട് ഓരോന്നായിട്ട് നമ്മൾ കുത്തുന്നു. അങ്ങനെ 3 പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ലതുപോലെ 3 പുട്ടും നമ്മുടെ സർവീസ് പ്ലേസിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. 3 വെറൈറ്റി ടേസ്റ്റാണ്. ഒന്ന് നമ്മുടെ ഈ മൈദപ്പുട്ട് ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. പിള്ളേർക്കും നല്ല ഇഷ്ടമായിരിക്കും. അതുപോലെ വലിയവർക്കും നല്ല ഇഷ്ടം തന്നെ ആയിരിക്കും. കാരണം അതിൽ നമ്മൾ കിസ്മിസും ടൂട്ടി ഫ്രൂട്ടൊക്കെ ചേർത്തുകൊണ്ട് ചെറിയായിട്ടുള്ളൊരു സ്വീറ്റായിരിക്കും. പിള്ളേർ കഴിക്കാൻ ജാഗ്രതയും കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. കൂടെ നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് വിളിക്കണമെന്ന് അമർത്താൻ മറക്കരുതേ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. എല്ലാവരും ചെയ്തു നോക്കി നല്ല അഭിപ്രായം വീണ്ടും ഞാൻ പറയുകയാണ്. നല്ല അഭിപ്രായം.